ദിസ് മോർണിംഗ്. ദിസ് എന്ന് പറഞ്ഞാൽ ഈ, മോർണിംഗോ രാവിലെ. ദിസ് മോർണിംഗ് ഈ രാവിലെ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ, ടുഡേ മോർണിംഗ്. അപ്പൊ ടുഡേ മോർണിംഗ് എന്നുള്ളതിന്റെ മറ്റൊരു പ്രയോഗമാണ് ദിസ് മോർണിംഗ്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ കോമൺ ആണ്. ഞാൻ ലെഫ്റ്റ് ഫോർ. ലെഫ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ പോയി. ലെഫ്റ്റ് ഫോർ എന്ന് പോയി എന്നാ, അതെങ്ങനെ? അപ്പോൾ ശരിയായി തരാം. ഇത് ഒരു ഫ്രേസൽ വെർബാണ്, പ്രയോഗമാണ്. ലീവ് ഫോർ. ലീവ് ഫോർ. ലീവ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു, പോകുക എന്നാണ്, പോകുക. ലീവ് ഫോർ, പോകുക. ഗോ ടു. അപ്പോൾ ഗോ ടുവിൻ്റെ പാസ്റ്റ് എന്താണ്? വെന്റ് ടു, പോയി. അതുപോലെ ലീവ് ഫോറിൻ്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ് ഫോർ, പോയി. അപ്പൊ ഐ ലെഫ്റ്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി. എവിടേക്ക്? ദ നിയർ ബൈ സിറ്റി. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള, നിയർ ബൈ അടുത്തുള്ള. സിറ്റി എന്നാണ് നഗരം, അല്ലേ? അപ്പോ ഈ രാവിലെ ഞാൻ അടുത്തുള്ള സിറ്റിയിലേക്ക് പോയി. ഈ രാവിലെ ഞാൻ അടുത്തുള്ള സിറ്റിയിലേക്ക് പോയി. വെയർ, അവിടെ. എവിടെ എന്നല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വെയർ എന്ന് പറഞ്ഞാൽ എവിടെ, അല്ലേ? എവിടെ? വെയർ വിൽ യു ഗോ? നീ എവിടെ പോകും? വെയർ ആർ യു ഗോയിങ്? നീ എവിടെ പോകുന്നു? ഇവിടെ സെന്റൻസിന്റെ ഉള്ളിൽ നമ്മൾ വെയർ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ എന്നർത്ഥം. അവിടെ, അവിടെ. വെയർ എവിടെ? സിറ്റിയിൽ. അവിടെ ഞാൻ സോ, കണ്ടു. ഐ സോ, ഞാൻ കണ്ടു. എന്ത് കണ്ടു എന്നറിയോ? ഒരു ആക്സിഡന്റ്, ഒരു അപകടം. ഒരു അപകടം. ഇപ്പോൾ ഏകദേശം മനസ്സിൽ വന്നില്ലേ മീനിങ്? എന്താണ്? ഇന്ന് രാവിലെ ഞാൻ സിറ്റിയിലേക്ക് പോയി. എന്നാൽ സിറ്റിയിൽ പോയി, അവിടെ ഞാൻ ഒരു അപകടം കണ്ടു, അല്ലേ? അടുത്ത സെന്റൻസ് ആണ് ദി ആക്സിഡന്റ്. ആ അപകടം ടുക്ക്. ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. ഓക്കെ. പ്ലേസ്, സ്ഥലം. ആ അപകടം സ്ഥലമെടുത്തു. ആ അപകടം സ്ഥലമെടുത്തു എന്നല്ല അർത്ഥം. ഇവിടെ ടുക്ക് പ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമെടുത്തു എന്നല്ല. ഇത് മറ്റൊരു പ്രയോഗമാണ് ടേക്ക് പ്ലേസ്. ടേക്ക് പ്ലേസ്, അതാണ് പ്രസന്റ്. ടേക്ക് പ്ലേസിന്റെ അർത്ഥമാണ് സംഭവിക്കുക അല്ലെങ്കിൽ നടക്കുക. നടക്കുക ആ നടത്തല്ല കേട്ടോ, ഈ നടത്തല്ല. നമ്മൾ എന്തെങ്കിലും സംഭവിക്കൂലേ? അപ്പോൾ അതിന്റെ പാസ് എന്താ വരാ? ടുക്ക് പ്ലേസ്, നടന്നു, സംഭവിച്ചു. ഇവിടെ കണ്ടോ? ദി ആക്സിഡന്റ്, ആ അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ആ അപകടം നടന്നു. നടന്നു. ജസ്റ്റ് ബിഫോർ. ഇതുണ്ടോ? ജസ്റ്റ് ബിഫോർ, തൊട്ട് മുമ്പ്. ഇതൊന്ന് എഴുതി വെക്കണേ. ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ്. തൊട്ട് മുമ്പ്, ജസ്റ്റ് കുറച്ച് മുമ്പ്. ഞാൻ റീച്ച്ഡ്, എത്തി. ദയർ, അവിടെ. ഓക്കെ. അപ്പൊ ഏകദേശം മീനിങ് മനസ്സിലായല്ലോ. എന്താണ്? എന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ അപകടം സംഭവിച്ചു, അല്ലേ? ഞാൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ അപകടം സംഭവിച്ചു, അല്ലെ? നടന്നു. നമ്മൾ ആദ്യം ഓരോ വേർഡിന്റെ വേർഡ് ബൈ വേർഡ് എന്ത് ചെയ്യാം? മീനിങ് വെച്ച് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു മീനിങ് വരും. പിന്നെ അതെന്ത് ചെയ്യാം? ഒന്നും കൂടി ശരിയായിട്ട് എന്ത് ചെയ്യാം? മീനിങ് വെച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മീനിങ് വെക്കേണ്ടി വരില്ല. സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ എന്തായി? അത് നമ്മുടെ മൈൻഡിൽ കയറും. മനസ്സിലായില്ല? സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും, അത് മൈൻഡ് വേണ്ട. അപ്പൊ അത് ഓക്കെ അല്ലോ. സം പീപ്പിൾ, കുറച്ച് ആളുകൾ ടുക്ക്, എടുത്തു. ഓക്കെ ആണ്, കുഴപ്പമില്ല, എടുത്തു. ദ വിക്ടിം. വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇര. ആ ഇരല്ല കേട്ടോ, ചൂണ്ടൽ ഇടുമ്പോൾ ആ ഇരല്ല. ഇത് അപകടം സംഭവിച്ച ആളുണ്ടല്ലോ, അപകടം സംഭവിച്ച ആൾ, വ്യക്തിക്ക് വിക്ടിം എന്ന് പറയാം. അപ്പൊ അപകടം സംഭവിച്ച വ്യക്തിയെ എടുത്തു, അല്ലേ? കുറച്ച് ആളുകൾ എടുത്തു. ആരെടുത്തു അറിയോ? അപകടം സംഭവിച്ച ആ വ്യക്തി എടുത്തു. ടു, ലേക്ക്. ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ മീനിങ് ഏകദേശം വന്നു. എന്താണ്? കുറച്ച് ആളുകൾ ആ അപകടം സംഭവിച്ച വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് എടുത്തു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നായി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ആൻഡ് അതുപോലെ ഐ ഓൾസോ, ഞാനും. ഞാനും ജോയിൻഡ്, ഞാനും ചേർന്നു. ദം, അവര് എന്ന് വെച്ചാൽ അവരോടൊപ്പം. അപ്പൊ മീനിങ് ജസ്റ്റ് അങ്ങ് ആക്കുക. എന്തായി? ഐ ഓൾസോ ജോയിൻ ദം, ഞാനും അവരോടൊപ്പം ചേർന്നു.
ചേർന്നു. ടു ഹെൽപ്പ് സഹായിക്കാൻ വേണ്ടി. അപ്പം എന്താർത്ഥം? ഞാനും ആ അപകടം സംഭവിച്ച വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി അവരോടൊപ്പം കൂടി. ഓക്കെ എന്നർത്ഥം. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, ഓൺ ദ വേ വഴിയിൽ. ഓൺ ദ വേ വഴിയിൽ. ഓൺ ദ വേ വഴിയിൽ ടു ലേക്ക്. ഇവിടെ കണ്ടോ, ഇവിടെ സ്ഥലമാണ്, പ്ലേസ് ആണ്. ഇവിടെ ഞാൻ ടു വേണ്ടി പറഞ്ഞു, കാരണം ഇവിടെ വെർബല്ലേ. ഞാൻ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ടുവിൻ്റെ ശേഷം വെർബ് വന്നാൽ വേണ്ടി എന്നുള്ള അർത്ഥമാണ് ടൂവിന്. ടൂവിന് ശേഷം പ്ലേസ് വന്നാലോ ലേക്ക് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ നോക്കൂ, ഓൺ ദ വേ വഴിയിൽ. ടു ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക്. വഴിയിൽ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിൽ നിന്നാണ്. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് മീനിങ് വെക്കുക. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒരുപാട് നമ്മൾ ചെയ്യുമ്പോൾ ശരിയാവും. അപ്പം എന്തായി? ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിൽ ഹീ പാസ്ഡ് ഔട്ട്. അവൻ ബോധം കെട്ടു. പാസ്ഡ് ഔട്ട്, ബോധം കെട്ടുന്ന? അതെ, പാസ് ഔട്ട്. അടുത്ത പ്രയോഗമാണ് പാസ് ഔട്ട്. പാസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെടുക എന്നാണ്. ബോധം കെടുക. പാസ്ഡ് ഔട്ട് എന്നാണല്ലോ, പാസ് ആണെങ്കിലോ ബോധം കെട്ടു അല്ലേ? നമ്മളൊക്കെ എന്താന്ന് പറയുക, നമ്മളൊക്കെ ഇൻ്റർവ്യൂവിലേക്ക് പോയിട്ട് പറയില്ലേ, 2012 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ടായി. അവിടെ പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബോധം കെടുക എന്നാണ്. 2012 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ബോധം കെട്ടു. താങ്ക് യു ശരിക്കും ബോധം കിട്ടും. താങ്ക് യു. അപ്പോൾ പാസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെടുക. അതിൻ്റെ പാസ്റ്റ് ആണ് പാസ്ഡ് ഔട്ട് എന്ന്. നിങ്ങൾക്ക് അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ പറയുന്നോ, 2012 നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഫ്രം എന്ന് പറയാം. ഫ്രം പറയാം, പാസ്റ്റ് ഫ്രം, അല്ലാതെ പാസ്ഡ് ഔട്ട് എന്ന് പറയരുത്. ഇനി അടുത്താണ് ആഫ്റ്റർ ശേഷം, റീച്ചിങ് എത്തുക. അപ്പം എന്താ? ആഫ്റ്റർ റീച്ചിങ് എത്തിയതിന് ശേഷം. എവിടെ എത്തിയതിന് ശേഷം എന്ന് പറയുമോ? ദ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം എന്തായി? ദ ഡോക്ടർ ആസ്ക്ഡ്. ഡോക്ടർ ചോദിച്ചു എന്നല്ല, പറഞ്ഞു എന്നാണ്. ആസ്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ചോദിക്കുക, രണ്ടാമതാണ് പറയുക. അല്ല, എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പറയില്ലേ? ഇപ്പം ഞാൻ പറയാണ്, ഐ ആസ്ക്ഡ് ഹിം ടു ഓപ്പൺ ദ ഡോർ. ഐ ആസ്ക്ഡ് ഹിം ടു ഓപ്പൺ ദ ഡോർ. ഞാൻ അവനോട് ഡോറ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു എന്നർത്ഥം. അവിടെ ചോദിച്ചു എന്നല്ല, പറഞ്ഞു എന്നാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇവിടെ ഈ ആസ്ക്ഡിന് ശേഷം നിങ്ങൾക്ക് 2+ വെർബ് വരികയാണെങ്കിൽ അവിടെ പറഞ്ഞു എന്നർത്ഥം. പറഞ്ഞു. ഞാനൊരു മറ്റൊരു ഉദാഹരണം പറയാണ്. ഐ ആസ്ക്ഡ് ഹെർ ടു കം. ഞാൻ അവളോട് വരാൻ പറഞ്ഞു. ഐ ആസ്ക്ഡ് യു ടു സിറ്റ്. ഞാൻ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പം എന്തായി? ദ ഡോക്ടർ ആസ്ക്ഡ്. ഡോക്ടർ പറഞ്ഞു. എവ്രിവൺ എല്ലാവരോടും. ഡോക്ടർ എല്ലാവരോടും പറഞ്ഞു. എന്ന് പറഞ്ഞോ? ടു ബി പേഷ്യൻറ്റ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗിയല്ല, എല്ലാവരോടും രോഗിയാവാൻ പറഞ്ഞു. രോഗിയാവുന്നല്ല. ഇവിടെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയാണ്. ക്ഷമയുള്ളവനാവാൻ പറഞ്ഞു. എല്ലാവരോടും. ക്ഷമിക്കുക. ഓക്കെ, കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാവരും. അപ്പം ഡോക്ടർ എല്ലാവരോടും ക്ഷമിക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ക്ഷമയുള്ളവനാവാൻ പറഞ്ഞു. ആൻഡ് വെയിറ്റ് ഔട്ട്സൈഡ്. അതുപോലെ പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഏകദേശം കംപ്ലീറ്റ് മീനിങ് വന്നു. എന്താണ്? ഡോക്ടർ എല്ലാവരോടും ക്ഷമയോടെ പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു എന്നായി അല്ലേ? എന്താണ്? ഡോക്ടർ എല്ലാവരോടും ക്ഷമയോടെ പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു എന്നുള്ള അർത്ഥം വന്നു. ഇനി അടുത്താണ് സോഫാർ. ഇതുവരെ. സോഫാർ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നാ. അപ്പോൾ ദൂരം എന്നല്ല, ദൂരം അല്ല, അതിന് ഫാർ അവേ എന്ന് പറയാം. ഫാർ അവേ ദൂരം. ഇത് സോഫാറാണ്. ഇതൊരു പ്രയോഗമാണ് സോഫാർ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മഞ്ഞ നിറത്തിൽ കൊടുത്തതുണ്ടോ? മഞ്ഞ നിറത്തിൽ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ പേജ് നമ്പർ 255 255 പേജിൽ ഇതുപോലെ നല്ല അടിപൊളി ഫ്രേസിൽ വെർബുണ്ട്. അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്തിട്ട് വായിക്കണം നിങ്ങൾ. ഇപ്പം സോഫാർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എപ്പോഴും വരുന്ന സംഭവങ്ങളാണല്ലേ. ഇത് നിങ്ങൾ പല തവണ കണ്ടു കാണും അല്ലേ? ഒരുപാട് തവണ നിങ്ങൾ വായിച്ച് കാണും, കണ്ടു കാണും, കേട്ട് കാണും. സോഫാർ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്താണ് അർത്ഥം എന്നുള്ളത് ഇപ്പോഴായിരിക്കും ചില ആളുകൾ അറിയുന്നത്. അപ്പം സോഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ. ഐ ഹാവൻറ്റ് സീൻ. ഞാൻ കണ്ടിട്ടില്ല.
ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സച്ച് ആൻ, അങ്ങനത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള, അങ്ങനെ മീനിങ്. സച്ച് എന്നല്ല, സച്ച് ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അല്ല അങ്ങനെയുള്ള. അപ്പോൾ എന്താണ് സച്ച് ആൻ, ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റ്, അപകടം എന്നാണ്. ഇതുവരെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അപകടം ഞാൻ കണ്ടിട്ടില്ല. ഇൻ മൈ എൻറ്റയർ ലൈഫ്, എൻ്റെ മുഴുവൻ ലൈഫ്, ജീവിതം. അപ്പോൾ ഇൻ മൈ എൻറ്റയർ ലൈഫ് എന്നാണല്ലോ, എൻ്റെ മുഴുവൻ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അപകടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നായി. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. ഐ കോൾഡ് ഓൺ, അടുത്ത ഫ്രേസിൽ കേട്ടോ, കോൾഡ് ഓൺ. ഇതൊരു പ്രയോഗമാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ല. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശിക്കുക എന്നർത്ഥം. സന്ദർശിക്കുക, വിസിറ്റ്. നമ്മൾ വിസിറ്റ് ചെയ്യൂലേ, സന്ദർശിക്കുക. അപ്പോൾ അതിൻ്റെ പാസ്റ്റാണ്. കോൾഡ് ഓൺ, സന്ദർശിച്ചു. ഐ കോൾഡ് ഓൺ, ഞാൻ സന്ദർശിച്ചു. എവിടെ? ആരെ? അവന്, ഹിം. ഐ കോൾഡ് ഓൺ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സന്ദർശിച്ചു. എവിടെ? അറ്റ് ദ ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ അടുത്ത ദിവസം ഞാൻ അവനെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിച്ചു എന്നാണ്. അടുത്താണ് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ. അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ. എന്തായി? ഐ ഹേർഡ്, ഞാൻ കേട്ടു. ഇത് ഹിയേർഡ് എന്ന് വായിക്കരുത്. ഇതിൻ്റെ പ്രസന്റ് എന്താണ്? ഹിയർ. അതും ഓക്കെയാണ്, കുഴപ്പമില്ല. ഹിയർ, കേൾക്കുക. പക്ഷേ ഇതിൻ്റെ പാസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഹിയേർഡ് എന്നല്ല പറയാം, ഹേർഡ്. ഓക്കെ, ആർക്ക് എന്താണ്? സൈലൻ്റ് ആണ്. നമ്മൾ ഹെഡ് പറയില്ലേ, ഹെഡിനെ ഒന്ന് നീട്ടിക്കൊണ്ട് പോവാം. ഐ ഹേർഡ്, ഞാൻ കേട്ടു. എന്ത് കേട്ടു? ദ സാഡ് ന്യൂസ്. സാഡ് എന്ന ദുഃഖ, ന്യൂസ് വാർത്ത. ഞാൻ ദുഃഖവാർത്ത കേട്ടു. നിർഭാഗ്യവശാൽ ഞാൻ ദുഃഖവാർത്ത കേട്ടു. ദുഃഖവാർത്ത എന്താണത്? നോക്കണോ? ദാറ്റ് ഹീ ഹാഡ് അവനുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു അറിയോ? സീരിയസ്, ഗുരുതരമായ ഇഞ്ചുറീസ്. എന്താണ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ? ഗുരുതരമായ പരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ആ ദുഃഖവാർത്ത ആയിരുന്നു അവന് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ കേട്ടു. എവിടെയാണോ ദാറ്റ് എന്ന് വെച്ചാൽ അവന് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്ന് എന്താണ് ഞാൻ കേട്ടുന്നായി. ഉണ്ട് എന്നുള്ള ആ ദുഃഖവാർത്ത ഞാൻ കേട്ടുന്നായി. ഇനി അടുത്താണ് ദ ഡോക്ടേഴ്സ് ട്രൈഡ്, ശ്രമിച്ചു എന്നായി. ദ ഡോക്ടേഴ്സ് ട്രൈഡ്, ഡോക്ടേഴ്സ് ശ്രമിച്ചു. എന്ത്? ദയർ, അവരുടെ ബെസ്റ്റ്, അവരുടെ പരമാവധി. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പരമാവധി. ടു സേവ്, രക്ഷിക്കാൻ വേണ്ടി. ഹിം, അവനെ. അപ്പോൾ ഏകദേശം ഇനി വന്നില്ലേ? എന്താണ്? ഡോക്ടേഴ്സ് അവരുടെ പരമാവധി അവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. എന്താണ്? ഡോക്ടേഴ്സ് പരമാവധി അവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഹീ പാസ്ഡ് അവേ. അടുത്തൊരു പ്രയോഗം, പാസ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക എന്നാണ്. പാസ് അവേ. അപ്പം അതിൻ്റെ പാസ് എന്താണ്? പാസ്ഡ് അവേ, മരിച്ചു. പക്ഷേ അവൻ മരിച്ചു. ബട്ട് ഹീ പാസ്ഡ് അവേ. അടുത്താണ് ഹിസ് ഫാമിലി, അവൻ്റെ കുടുംബം ആയിരുന്നു വളരെ സാഡ്, ദുഃഖിതരായിരുന്നു. അതായത് അവൻ്റെ കുടുംബം വളരെ ദുഃഖിതരായിരുന്നു അല്ലെങ്കിൽ ദുഃഖത്തിലായിരുന്നു എന്നായി. അപ്പോൾ ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന കംപ്ലീറ്റ് പുതിയ ഈ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രേസൽ വെർബ്. ഈ വേർഡ്സുകളൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ പേജ് നമ്പർ 255 ഓപ്പൺ ചെയ്തിട്ട് വായിക്കാം. അതിൽ ഒരുപാടുണ്ട്, അത് വായിച്ചിട്ട്. കാരണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്, പ്രയോഗങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നോ പ്രോബ്ലം. യെസ്, നോ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ,
ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഓരോ സെൻറ്റൻസുകൾ വേർഡ് ബൈ വേർഡ് വായിച്ചിട്ട് മീനിങ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് വരും, എന്ത് മീനിങ് നിങ്ങൾ വെക്കാതെ തന്നെ വായിക്കുമ്പോൾ തന്നെ വരും അത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു എവരിവൺ.